സദ്ഗുരുവേ ശരണം. ഞാനും ദിനേഷും കൊടിതൂക്കിമലയും അരുവിപ്പുറവും കാണുന്നതിനായി യാത്ര തിരിക്കുകയാണ്. ഞങ്ങളുടെ സാരഥിയായി എൻ്റെ സുഹൃത്ത് ജസ്റ്റിനുമുണ്ട്. പെരുമ്പഴുതൂർ അരുവിപ്പുറം റോഡ് മാർഗം യാത്ര തുടങ്ങിക്കഴിഞ്ഞു. നെയ്യാറ്റിൻകര പോളിടെക്നിക്കും കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ വലത്തോട്ട് തിരിഞ്ഞാൽ അരുവിപ്പുറമായി. പക്ഷേ ഞങ്ങൾ മുൻ നിശ്ചയപ്രകാരം മുന്നോട്ട് തന്നെ പോവുകയാണ്. ആദ്യം കൊടിതൂക്കിമല സന്ദർശിച്ച ശേഷമാകാം അരുവിപ്പുറത്തേക്കെന്നാണ് തീരുമാനം. പെരുമ്പഴുതൂർ അരുവിപ്പുറം റോഡിൽ അരുവിപ്പുറവും കഴിഞ്ഞ് ആദ്യത്തെ വലത്തോട്ടുള്ള തിരിയുന്ന റോഡിൽ കുറച്ചു ദൂരം മുന്നോട്ട് പോകണം. അവിടെ അതാ വലതുവശത്ത് ഒരു ആർച്ച് കാണാം. കൊടിതൂക്കിമലയിലേക്കുള്ള പ്രവേശന കവാടം. അതും കടന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോഴേക്കും കയറ്റം ആരംഭിച്ചു. സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോനും മൊഴിയുമോർക്കില്ലേ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങയെ ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക ആഴമേറും നിന്മനസ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. കയറ്റം തുടരുകയാണ്. പാത അല്പം കഠിനമാണ്, എങ്കിലും മുന്നോട്ട് തന്നെ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കൊടിതൂക്കിമലയുടെ മുകളിലെത്തി. അവിടെ പൂർത്തിയാകാത്ത ഒരു കവാടം പോലെ 2 തൂണുകൾ കാണുകയുണ്ടായി. അതും കടന്ന് അകത്തേക്ക് ചെന്നപ്പോൾ 2 കോവിലുകളും കണ്ടു. അവിടെ അതിൻ്റെ മുറ്റത്ത് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഒരു ചെറിയ പാറയുടെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ശിലാഫലകം കാണാം. അതിൽ ഗുരുവിൻ്റെ വേദാന്ത സൂക്തങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അതെല്ലാം
ഞങ്ങൾ കണ്ടു.